ഇറാനെതിരായ നീക്കങ്ങളിൽ ഇനി അമേരിക്കയുടെ സഹായത്തിനായി കാത്തുനിൽക്കാൻ ഇസ്രയേൽ തയ്യാറല്ലെന്ന് ശക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പൂർണ്ണമായും കുറച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും അവരുടെ സഖ്യകക്ഷികളിൽ നിന്നും നേരിടുന്ന ഭീഷണികളെ ചെറുക്കാൻ രാജ്യത്തിന് സ്വന്തമായി ആയുധ ഉൽപാദന സംവിധാനങ്ങൾ വേണമെന്ന നിലപാടിലാണ് അദ്ദേഹം. വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എറ്റ്സിയോൻ കുടിയേറ്റ മേഖലയിൽ സംഘടിപ്പിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നയപരമായ പ്രഖ്യാപനം നടത്തിയത്. വാഷിംഗ്ടണിൽ നിന്നും ഇതുവരെ ലഭിച്ച വലിയ പിന്തുണയ്ക്ക് നന്ദി പറയുമ്പോഴും ഭാവിയിൽ പരമാധികാരം നിലനിർത്താൻ സ്വയം പര്യാപ്തത അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമുക്ക് നമ്മുടേതായ ഒരു സ്വതന്ത്ര ആയുധോൽപാദന ശൃംഖല ആവശ്യമാണെന്നും സ്വന്തം കരുത്തിൽ വേണം ആയുധങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും നെതന്യാഹു സൈനികരോട് വ്യക്തമാക്കി. നിലവിൽ ഇറാനെയും അവരുടെ കീഴിലുള്ള സായുധ സംഘങ്ങളെയും ഇസ്രയേൽ ശക്തമായി നേരിടുന്നുണ്ട്. അവർക്ക് വലിയ തിരിച്ചടികൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പോരാട്ടം ഇവിടെ എങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. വരും തലമുറകളുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. വരും പതിറ്റാണ്ടുകളിൽ ഇസ്രയേലിന്റെ സ്ഥാനം എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സൈനിക ശക്തിയായിരിക്കും. അതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും മികച്ച കമാൻഡർമാരെ വാർത്തെടുക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാനുമായി അമേരിക്ക നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ഇസ്രയേലിനുള്ള കടുത്ത അതൃപ്തിയാണ് നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഭാവിയിൽ അമേരിക്കൻ നയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും ജെറുസലേമിനുണ്ട്.